ഓരോ നിമിഷം കഴിയുന്തോറും, സെക്കൻഡുകൾ കഴിയുന്തോറും, മണിക്കൂറുകൾ കഴിയുന്തോറും ശബരിമലയിലെ വിഷയം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ യൂട്യൂബ് ചാനലുകളിലും ഡിജിറ്റൽ ചാനലുകളിലും സാറ്റലൈറ്റ് ചാനലിലും ചില സൂചനകൾ വരുന്നു. രാജീവ് ചന്ദ്രശേഖർ രാവിലെ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും, പറയാതെ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് അവിടെ അടുത്ത ഫോൾഡറിൽ നിന്ന് വരുന്നു BJPയുടെ നേതാക്കളും ഇതിനകത്തുണ്ടെന്ന്. നമ്മൾ എത്രയോ ദിവസം കൊണ്ട് പറയുന്നു ഈ ചേട്ടന്മാർ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണോ NSSും SNDPയും അതുപോലെ BJPയും കോൺഗ്രസും എല്ലാവരും ഒരു നിശബ്ദത പാലിക്കുന്നത്? ആരാണ് ഈ സ്വർണത്തിൻ്റെ ഉടമസ്ഥർ? സ്വർണം ആർക്കൊക്കെയാണ് കിട്ടിയത്? അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയണം. കാരണം ഇതൊരു കൊള്ളയാണ്, ഒരു വലിയ ഒരു കൊള്ള സംഘമാണ് ഇതിനകത്ത് പണിയെടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരൊക്കെ ഇതിനകത്ത് പങ്കെടുത്തു, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയണം. ഇപ്പോൾ എന്തായാലും SIT വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് നിൽക്കില്ല ഈ കാര്യം. ഒരു CBI അന്വേഷണം വരേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ BJP നേതാക്കൾ ഉണ്ടെന്നുള്ള ഫോൾഡറുകളിലൊക്കെ വന്ന് തുടങ്ങിയ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ വന്ന് തുടങ്ങിയ സ്ഥിതിക്ക് ഇനി BJP ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് CBI വരുമോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. എന്തായാലും ശബരിമല അയ്യപ്പൻ്റെ കേസിൽ വളരെ 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 സങ്കടകരമായ കാര്യമാണ് നടക്കുന്നത്. പക്ഷെ അവിടെ എന്നെ ആശങ്കപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്നെ അതിശയിപ്പിക്കുന്നത്, എനിക്ക് അത്ഭുതം തോന്നുന്നത്, എന്തുകൊണ്ട് സംഘപരിവാർ സംഘടനകളും വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഒക്കെ റോഡിൽ നാമജപതാമവും സമരവും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതര തന്ത്രി ഉള്ളത് കൊണ്ടാണോ, അതോ വേറെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവർക്കാർക്കെങ്കിലും സ്വർണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള, അത് ഈ റാക്കറ്റിൽ അവരുണ്ടോ എങ്കിൽ വളരെ പാപമാണ്, കഷ്ടമാണ്, സങ്കടമാണ്, പ്രതിഷേധകരമാണ്. എന്തായാലും ശബരിമല അയ്യപ്പൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് പുറത്ത് കേൾക്കുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ജയറാമിനെ അറസ്റ്റ് ചെയ്യണം, വീരമണിയുടെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി 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 പേരുണ്ട്. ഇനി മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് ഇത് മേടിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ നടന്മാർ ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത്. എന്തായാലും ശബരിമല 1902 മുതൽ ശബരിമലയിൽ 2-ൽ തീവയ്പ് നടന്നു, 50-ൽ തീവയ്പ് നടന്നു. ഇടയ്ക്കൊക്കെ കുഞ്ഞു തീ പല സ്ഥലങ്ങളിലും അപായ സൂചനകൾ കാണിച്ചു. ഇപ്പോഴിതാ വലിയ അപായമാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, സാർ അങ്ങനെയാണ് ഈ കട്ടളപ്പാളി എടുത്തുകൊണ്ട് പോയപ്പോൾ പിന്നെ അമ്പലം തുറന്നിട്ടിരുന്നോ? എന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയും സംഭവിച്ചില്ലേ. കട്ടളപ്പാളി എടുത്തുകൊണ്ട് പോയാൽ പിന്നെ വാതിലടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. വാതിലടച്ചില്ലേ, അത് ഡ്യൂപ്ലിക്കേറ്റ് വാതിൽ കൊണ്ട് വെച്ചോ, ഡ്യൂപ്ലിക്കേറ്റ് കട്ടള കൊണ്ട് വെച്ചിട്ടാണോ ഇതെടുത്തത്? ഇങ്ങനെ അത് കട്ടള അവിടെ ഉണ്ടായിരിക്കും, ആ തടിക്കട്ടള ഉണ്ടായിരിക്കും, അതിൻ്റെ പുറത്ത് നാഗവും അല്ലെ ചെമ്പും സ്വർണവും പൂശിയതാണ്, അതാണ് എടുത്തുകൊണ്ട് പോയത്. എന്താ പാളിയാണല്ലോ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ കട്ടള കാണുമായിരിക്കും അവിടെ. എന്തൊരു ഗതികേടാണ് നമ്മുടെ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അവിടെ സദ്യ കൊടുക്കുന്നു, അവിടെ വേറെ കാര്യങ്ങളൊക്കെ നടത്തുന്നു, എത്ര ലക്ഷം പേരോട് വന്നോളൂ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ജഗപക. എന്തായാലും ശബരിമലയെ സംബന്ധിച്ച് വളരെ സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ ആരുണ്ടാക്കും, എന്ന് നടപ്പിലാക്കും. നേരത്തെ ഒരു 2-3 കോടി രൂപ ചിലവാക്കി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഭരണത്തിരിക്കുന്നതേ ഉള്ളൂ. അത് ആരും എടുത്തിട്ടില്ല. ആരാണ്, എന്താണ്, എപ്പോഴാണ് ചെയ്യുക, നമുക്ക് യാതൊരു ധാരണയുമില്ലാത്ത രീതിയിലാണ് ശബരിമല വിഷയങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്.